വട്ടക്കോട്ടയ്ക്കടുത്ത് നമ്മുടെ കുറെ ആൾക്കാരെ കമ്പനി പട്ടാളം പിടിച്ചോണ്ട് പോയി. കമ്പനിയുടെ ആയുധപ്പുര കൊള്ളയടിച്ചു എന്നാണ് കേസ്. കൊള്ളയടിച്ചത് എപ്പോഴാണ്? ഇന്നലെ രാത്രി. എന്നിട്ട് ഇതേവരെ എന്തുകൊണ്ട് നമ്മെ അറിയിച്ചില്ല? വണ്ടി തയ്യാറാക്കൂ. ഉണ്ണി ഉണ്ണി അങ്ങോട്ട് പോകേണ്ടതുണ്ടോ? ദിവാൻജി അയച്ചാ പോരെ? അത്രയും ദൂരം പോകാൻ 6-7 നാഴികാവൂലേ? ദിവാൻജിയും അവിടെ ഉണ്ടാവണം. നാം തിരിച്ചെത്തുമ്പോഴേക്കും നാട്ടുപ്രമാണിമാരെല്ലാം കൊട്ടാരത്തിലുണ്ടാവണം. ശവസംസ്കാരത്തിനുള്ള ഏർപ്പാട് ചെയ്യും. ഇവരെ ദേശസ്നേഹികളായി നാം പ്രഖ്യാപിക്കുന്നു. ഇവരുടെ കുടുംബാംഗങ്ങൾക്ക് കാലയാപനത്തിനുള്ള വക കൊട്ടാരത്തിൽ നിന്നും കൊടുക്കാനും നാം കൽപ്പിക്കുന്നു. കൊട്ടാരത്തിൽ എല്ലാവരും പരിഭ്രമിച്ചിരിപ്പാണ്. പാർവതി തമ്പുരാട്ടി ആരോടും മിണ്ടാട്ടമില്ല. ഒരു കൊച്ചു കാര്യത്തിന് പോലും ഇളകുമറിയുന്ന മനസ്സാണ് അങ്ങയുടേതെന്ന് അവർക്കറിയില്ല. അവിടത്തേക്ക് വിശ്വാസമുണ്ടോ നമ്മുടെ പ്രജകൾ ഒരു യുദ്ധത്തിന് തയ്യാറാണെന്ന്? നമുക്ക് കുറച്ച് കൊട്ടാരം കാവൽക്കാർ മാത്രമല്ലേ ഉള്ളൂ. തിരുവിതാംകൂറിന് സൈന്യമില്ലാതായതെങ്ങനെ? നിങ്ങളും അതിന് കൂട്ടുനിന്നില്ലേ? കവിതയുടെ മന്ത്രം എനിക്ക് പറഞ്ഞു തന്നത് അങ്ങാണ്. അത് മാത്രം തുറന്നാൽ മതി. അടിയന്തിരമായി തുല്യം ചാർത്തേണ്ടവയാണ്. അവിടെ വെച്ചേക്കൂ. ദിവാൻജി പൊയ്ക്കോളൂ. പുതിയ തൂക്കുവിലക്കുകൾ തീർപ്പിച്ച വകയിൽ നവായകുളം മൂത്ത ശരിക്ക് കൊടുക്കേണ്ട പണം 6700. ഷിറ്റ്, ഉള്ളലൈറ്റ് മതി പത്മനാഭന്. കൊട്ടാരം കലവറ വിചാരിപ്പിലേക്ക് രാമപുരം വാസുദേവ വാര്യരെ നിയമിച്ചുണ്ട്. കൽപ്പിച്ച ഉത്തരവായിരിക്കുന്നു. ഇറ്റ്സ് ക്യാൻസൽഡ്. ദിവാൻജി ഇതൊക്കെ കൊണ്ടുപോയി എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ. അങ്ങ് കണ്ട് തുല്യം ചാർത്തേണ്ടവയാണെല്ലാം. വേണ്ട, ദിവാൻജിക്ക് തന്നെ തീരുമാനമെടുക്കാം. അതിനുള്ള കൽപ്പന നാളെ ഉണ്ടാവും.
തമ്പുരാട്ടി എങ്ങോട്ടേക്കാ? റെസിഡന്റ് അദ്ദേഹത്തെ ഞാനും ഒന്ന് കണ്ടു നോക്കട്ടെ. റെസിഡന്റും രാജാവുമായി കണ്ടിട്ട് എത്ര കാലമായി? ദർബാർ കൂടിയിട്ട് എത്ര നാളായി? ഞാനും കുറെ കാലം രാജ്യം ഭരിച്ചതാണ്. എന്നെ ഉപദേശിക്കാൻ നല്ല ദീവാഞ്ചിമാരുണ്ടായിരുന്നു. പറയാഞ്ഞിട്ടല്ല, ആവും വിധം ഞാൻ പറഞ്ഞു നോക്കി. നാട്ടുകാര് പറയുന്നത് പാട്ടും കൂത്തുമായി നടക്കുന്ന ഒരു രാജാവ്, അതിനു പക്കമേളക്കാരനായ ഒരു ദിവാനും. നോക്കൂ, അങ്ങൊരു ദിവാൻ മാത്രമല്ല, ഉണ്ണിയുടെ ഗുരുവും കൂടിയാണ്. ഞാൻ ഉപദേശിക്കാഞ്ഞിട്ടല്ല, തിരുമനസ് ആലോചിച്ചുറച്ച പോലെയുണ്ട്. പറയുന്നതിൽ വിഷമം തോന്നരുത്. പ്രസിഡന്റിനെയും രാജാവിനെയും തമ്മിൽ തെറ്റിക്കുന്നത് ദിവാനാണെന്നാണ് സംസാരം. ഒരപേക്ഷയേ ഉള്ളൂ, നിങ്ങൾ എല്ലാവരും കൂടി എന്റെ ഉണ്ണിയെ കൊലയ്ക്ക് കൊടുക്കരുത്. ഒരു സങ്കടം ഉണർത്തിക്കാനുണ്ട്. പ്രസിഡന്റുമായുള്ള ബന്ധം നിർത്തൂ. കൽപ്പിച്ച് കോപിക്കരുത്. പറയൂ. ഖജനാവിന്റെ സ്ഥിതി വളരെ മോശമാണ്. അങ്ങയ്ക്കൊന്നിലും ശ്രദ്ധയില്ല. ഉദ്യോഗസ്ഥന്മാർ തന്നിഷ്ടം പോലെ. ദിവാൻ എന്ന നിലയിൽ ഞാൻ അങ്ങയെ വഴിതെറ്റിക്കുന്നുവെന്ന്. ക്ഷമിക്കണം, എന്നെ പിരിഞ്ഞു പോകാൻ അനുവദിക്കണം. പോയിക്കൊള്ളൂ.
ഡെപ്യൂട്ടി പേഷ്കാരെ വിളിക്കൂ. വായിക്കൂ. ദിവാൻ സ്ഥാനം രാജിവെച്ച് പിരിയുന്ന സുബ്ബറാവുവിന് ഇന്നേ തീയതി മുതൽ മാസം 1 500 പണം വെച്ച് അടുത്തൂൺ അനുവദിച്ചുത്തരവായിരിക്കുന്നു. അടിയൻ എന്താ? തിരുമനസിന് അങ്ങയെ കാണണമെന്ന്. ആ, ഒരു കാര്യം പറയാനാണ് വിളിപ്പിച്ചത്. ദിവാൻ പദം ഒഴിഞ്ഞെന്ന് കരുതി മിസ്റ്റർ റാവു തലസ്ഥാനം വിട്ട് എങ്ങും പോകണമെന്നില്ല. നമുക്ക് കൂട്ടായി ഇവിടെ ഉണ്ടാകണം. വരൂ. എന്താ എന്നെ കാണണമെന്ന് പറഞ്ഞത്? എന്താ പറയാനുള്ളത്? എനിക്ക് തിരുവട്ടാറ്റേക്ക് പോണം. തിരുമനസ് അങ്ങോട്ട് എഴുന്നള്ളുന്നുണ്ടോ? എന്താ ചോദിച്ചത് കേട്ടില്ലേ? ഞാൻ ഒറ്റയ്ക്ക്. ഈയിടെ അങ്ങോട്ട് വരാറേ ഇല്ല. വന്നാൽ തന്നെ എന്തെങ്കിലും കുറ്റം പറഞ്ഞ് എന്നെ കരയിക്കും. തിരുമനസിന്റെ സുഖത്തിന് ഞാൻ അവിടെ ഉണ്ടാവാൻ പാടില്ല. ഓ, നാരായണിയുടെ വക സൗജന്യം. കുട്ടി, നിന്റെ സ്ഥാനം പല പെൺകുട്ടികളും മോഹിച്ചതാണ്. ഇപ്പോഴും കൊതിക്കുന്നവരുണ്ട്. അത് ഓർമ്മ വേണം. എനിക്കറിയേണ്ടത്, ഉണ്ണി പറഞ്ഞിട്ടാണോ പോകുന്നത്? പറഞ്ഞില്ല. പക്ഷെ പോകണ്ടെന്ന് പറഞ്ഞില്ല. എനിക്ക് പോണം. തമ്പുരാട്ടെ, എന്നെ അനുഗ്രഹിച്ചയക്കണം. ഉണ്ണി രാജാവാണെന്ന കാര്യം നാരായണി മറക്കുന്നു. അക്കാര്യം ഉണ്ണിയും മറക്കുന്നു. നാരായണി പൊയ്ക്കോളൂ. എന്റെ അനുഗ്രഹം ഉണ്ടാവും. നാരായണി പോയതറിഞ്ഞോ? ഉണ്ണിയുടെ അനുവാദത്തോടെയാണ് പോയത്. ഇത്ര എളുപ്പത്തിൽ അവസാനിപ്പിക്കാവുന്നതാണോ ആ ബന്ധം? നാരായണി പോകുന്നതിന് മുമ്പ് എന്നെ കണ്ടിരുന്നു. എനിക്ക് പോലും അവളെ ആശ്വസിപ്പിക്കാനായില്ല. എന്താ അതിനൊക്കെ കാരണം? ഉണ്ണിയുടെ മനസ്സ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നാരായണിക്കും എന്നെ മനസ്സിലായിട്ടില്ല. ആർക്കും. ദേവദേവ കലയാമിതേ ചരണാംബുജ സേവനം ഭുവനത്രയ നായക ഭൂരി കരുണയാ മമ ഭവതാപമഖിലം വാരയ. ഗവർണർ അദ്ദേഹത്തിന്റെ നീട്ടാണ്. വായിച്ചില്ലേ? പറഞ്ഞാ മതി. ദിവാൻ പദമൊഴിഞ്ഞ സുബ്ബറാവുവിനെ തിരുവനന്തപുരത്ത് താമസിപ്പിച്ചിരിക്കുന്നത് രാജ്യ താൽപര്യത്തിന് അഭിലഷണീയമല്ല.
ആയതിനാൽ സുബ്ബറാവു അടിയന്തിരമായി തിരുവിതാംകൂർ വിട്ടു പോകേണ്ടതാണെന്ന്. മഹാരാജാവേ, അങ്ങക്ക് തൃപ്തിയായില്ലേ? എനിക്ക് തൃപ്തിയായി. ഇന്നലെ പോലും ഞാൻ കണ്ട സ്വപ്നം ഇതാണ്. ഒരിക്കലും ഇത് സംഭവിക്കരുതെന്ന് പ്രാർത്ഥിച്ചതുമാണ്. എനിക്ക് അങ്ങയെ നഷ്ടപ്പെടുമോ എന്ന പേടി കൊണ്ട്. ഇനിയും ആ പേടി മാറിയില്ലേ? ഞാൻ എന്ത് ചെയ്യണം? എന്തു വേണമെങ്കിലും പറഞ്ഞോളൂ. മറ്റൊന്നും വേണ്ട. തമ്പുരാട്ടി, തിരുമനസിനെ അറിയിക്കണ്ടേ? എന്തുണ്ടായെന്ന് പറ. നാഞ്ചിനാട് മുഴുവൻ വെള്ളത്തിലായി, കൃഷിയെല്ലാം നശിച്ചു. എന്തെങ്കിലും ഉടനെ ചെയ്തില്ലെങ്കിൽ. പോയിക്കൊള്ളൂ. ഉണ്ണിക്കിനി തൃപ്തിയായില്ലേ? ആൾക്കാർ ജീവനും കൊണ്ട് ഓടിപ്പോന്നു. അവരെ പാർപ്പിക്കാൻ നമുക്കൊരിടമില്ല. ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ കഴിവില്ല. ഈ ദുരിതത്തിനൊക്കെ കാരണം ഇനിയെങ്കിലും ആ സുഗന്ധവല്ലിയെ പറഞ്ഞു വിട്ടൂടെ? അരുതാത്തത് പലതും മഹാരാജാവ് ചെയ്യുന്നു. അതിന് ശ്രീപത്മനാഭൻ തരുന്ന ശിക്ഷയാണ് ഈ മഹാമാരി എന്ന് പ്രജകൾ പറയുന്നു. അമ്മയുടെ കാലത്തും ഇതുപോലെ പ്രകൃതിക്ഷോഭം ഉണ്ടായിട്ടില്ലേ? അന്ന് ആരെന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ഉണ്ണി, പ്രജകളുടെ വാ മൂടിക്കെട്ടാനാവില്ല.
ഇനിയെങ്കിലും അവളെ പറഞ്ഞു വിട്ടൂടെ? ഒന്നോർക്കണം, ഉണ്ണി പത്മനാഭദാസനാണ്. അമ്മയെ അറിയാഞ്ഞിട്ടാണ്. ഞാനിപ്പോൾ ശ്രീപത്മനാഭദാസനല്ല, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ദാസനാണ്. ഞങ്ങളൊക്കെ ശ്രീ പത്മനാഭദാസരാണ്. ഞങ്ങൾക്ക് ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുണ്ട്. അത് തെറ്റിച്ചാൽ ഈശ്വരകോപമുണ്ടാവും. ഇന്നീ മഴ തിരുവിതാംകൂർ നശിപ്പിച്ചേ അടങ്ങൂ. ഈ ശാപത്തിനൊക്കെ കാരണം ഞാൻ പറഞ്ഞിട്ട് വേണോ സുഗന്ധവല്ലിക്ക് മനസ്സിലാക്കാൻ? ഈ നാടിനെയും ഉണ്ണിയും രക്ഷിക്കാൻ ഒരു വഴിയേ ഉള്ളൂ. സുഗന്ധവല്ലി ഇവിടെ നിന്ന് പോണം. ആരെതിർത്താലും നീ പോയേ പറ്റൂ. ഞാനിങ്ങോട്ട് വന്നത് കൊട്ടാരത്തിൽ ആരെയും അറിയിച്ചിട്ടല്ല. സുഗന്ധവല്ലി ഇങ്ങോട്ട് വന്നതും മറ്റാരും അറിയാൻ പാടില്ല. സുഗന്ധവല്ലിക്ക് പോകാം. സുഗന്ധവല്ലിയെ വിളിക്കൂ. ഇവിടില്ല തമ്പുരാനെ. എവിടെ പോയി? എന്തുണ്ടായി? എന്തുണ്ടായിന്ന് പറ. എനിക്ക് ഇവിടെ നിന്ന് പോണം. ഞാനിവിടെ നിന്നാൽ അങ്ങ് നശിക്കും, ഈ നാട് നശിക്കും. ദയവ് ചെയ്ത് അങ്ങനെ പോകാൻ അനുവദിക്കണം. ഇല്ല, ഞാൻ അനുവദിക്കില്ല. സുഗന്ധവല്ലി, നീ പോലും അറിയാത്ത ഒരു രഹസ്യമുണ്ട്. ഞാൻ ഒറ്റയ്ക്കിരിക്കുന്ന നിമിഷങ്ങളിൽ നീ എന്നെ തേടിയെത്തും. എന്റെ മനസ്സിന്റെ നൊമ്പരം
ഞാൻ നിന്നോട് പറയും. ആ വാക്കുകൾക്ക് നീ ചുവട് വയ്ക്കും. നീ പോയി കഴിയുമ്പോൾ അതെല്ലാം വർണ്ണങ്ങളായി, പദങ്ങളായി എന്നെ സന്തോഷിപ്പിക്കും. നമ്മെ മനസ്സിലാക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് പറയുന്നതാണ്. ഇത് അവസാനിപ്പിച്ചേ തീരൂ. എനിക്ക് ഭരണം വേണ്ട. എന്തും തീരുമാനിക്കാനുള്ള അവകാശം അങ്ങേക്കുണ്ട്. പക്ഷെ അതിനു മുമ്പ് ഒന്ന് രണ്ട് സംശയങ്ങൾ ചോദിച്ചോട്ടെ. അങ്ങൊഴിഞ്ഞാൽ ആരാണ് ഈ രാജ്യം ഭരിക്കുക? ജ്യേഷ്ഠൻ ജീവിച്ചിരിക്കെ അനുജന് ഭരണമേൽക്കാൻ അവകാശമില്ല. ബ്രിട്ടീഷുകാർ പൂർണ്ണമായും അധികാരം ഏറ്റെടുക്കും. വിധിയെ തടയുന്നത് എന്തിന്? അല്ല തിരുമനസേ, അല്ല. അല്പമെങ്കിലും സ്വാതന്ത്ര്യം, അടിമകളല്ലെന്ന ബോധം അതിന്ന് പ്രജകൾക്കുണ്ട്. അങ്ങായിട്ട് അത് നശിപ്പിക്കരുത്. ഒരു നിമിഷത്തെ സ്വസ്ഥത പോലും അറിഞ്ഞിട്ട് എത്രയോ കാലമായി. എല്ലാം മറക്കാൻ ശ്രമിച്ച് പുലരും വരെ എഴുത്തുമേശയ്ക്കടുത്തിരുന്നാലും വാക്കുകൾ അകന്നു നിൽക്കുന്നു. എന്നെ ഇത് ഭ്രാന്ത് പിടിപ്പിക്കും. നിങ്ങളുടെ എല്ലാം മുന്നിൽ യാചിക്കുന്ന ഈ രാജാവിനെ കുറിച്ച് നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ? ഇതൊരു നിയോഗമാണ്. പത്മനാഭദാസൻ എന്ന നിലയ്ക്ക് അങ്ങനെ നിറവേറ്റിയേ തീരൂ. എന്റെ വിധി എന്നേ എഴുതപ്പെട്ടിരിക്കുന്നു. ഉണ്ണിക്കുട്ടന് പകരം രാജകുമാരനെ പ്രസവിച്ച അമ്മ അവന്റെ മരണവും കുറിച്ചിരുന്നു. സുഗന്ധവല്ലി എവിടെ? ഇന്നലെ രാത്രി അവർ പോയി തമ്പുരാനെ. തഞ്ചാവൂർക്ക് പോയിട്ടാങ്ക. നിങ്ങൾ മഹാഗായകരോട് നമ്മുടെ ഒരു ആഗ്രഹം അറിയിക്കാനുണ്ട്. നവരാത്രി മഹോത്സവത്തിന് 9 രാഗങ്ങളിൽ 9 കീർത്തനങ്ങൾ ആലപിക്കണം. അതിലേക്കായി നാം 9 കീർത്തനങ്ങൾ രചിച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് പരിശോധിക്കാം. മറ്റൊരാഗ്രഹം, നമ്മുടെ കാലശേഷവും നവരാത്രി മണ്ഡപത്തിൽ ഈ 9 രാഗങ്ങളും മുറതെറ്റാതെ ആലപിക്കപ്പെടണം. ഞാൻ അടിയറ വെക്കുന്നു. ഈ ഉടവാൾ താങ്ങാനുള്ള ശക്തി എനിക്കില്ല. അങ്ങിത് തിരിച്ചെടുക്കണം. പത്മനാഭദാസനായി തന്നെ എന്നെ മൃതിപ്പെടാൻ അനുവദിക്കണം.
ഇനിയും ഉറങ്ങിയില്ലേ? ഉറങ്ങണ്ടേ? കിടന്നോളൂ.